അത് വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. രഘുനാഥ് നായർ എന്താണ് രഘുനാഥ് നായർ? ഇല്ല, രഘുനാഥ് നായർ പോയല്ലോ, അദ്ദേഹം സംസാരിച്ചല്ലോ. ഇനി ഒരു കാര്യം ഈ നമ്മുടെ നാട്ടിലെ മോഹൻലാൽ സാറല്ലേ കൂടുതൽ സംസാരിച്ചത്. സാറിനൊരു മറുപടി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് സാർ മറുപടി പറഞ്ഞോളൂ. രാഹുൽ സമയം തരാം, രാഹുൽ സമയം തരാം, ഒന്ന് അടങ്ങ്. രാഹുൽ ഒരു സെക്കൻഡ്, എന്താണ് രഘുനാഥ് നായർ? രാഹുൽ തീർക്കട്ടെ, ഒരു മിനിറ്റ് പോലും എടുക്കില്ല. രാഹുല് അയ്യോ ഈശ്വരന് പോലെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഏതായാലും ഒരു പോയിന്റ് പറയാം. ഒരുപാട് പേര് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികളിലും ഇന്ത്യക്ക് വെളിയിലുള്ള വലിയ വലിയ കമ്പനികളിലും മലയാളികളെ ക്രൂഷ്യൽ പൊസിഷനിലേക്ക് എടുക്കുന്നത് പലരും വേണ്ടാന്ന് വെക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ നടപടി കാരണം മലയാളിക്ക് കിട്ടുന്ന സമ്പാദ്യമാണ്. അത്രേ ഉള്ളൂ. ഇനി മഞ്ജുഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പും ധാർമ്മികതയും വേണ്ടേ? ഈ പാവപ്പെട്ട പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ ജ്യോതി മൽഹോത്ര 6 പേരെ എക്സ്പേർണേജിന് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ഒരു മര്യാദയും മാന്യതയും വേണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ മനുഷ്യരായിട്ട് നിന്ന് ഇന്ത്യക്കാരായി നിന്ന് ആലോചിച്ച് നോക്കണം. ഇതേ മനോഭാവമാണ് നേരത്തെ ഓർഗനൈസറിന്റെ കാര്യം പൊക്കിപ്പിടിച്ച് പറഞ്ഞല്ലോ. മോഹൻലാൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കാശ് മേടിച്ചു ദുബായ് പോയെന്ന് പറഞ്ഞു രാവിലെ ആർട്ടിക്കിൾ ഇട്ടു, വൈറ്റ് ആയപ്പം ബാക്ക്ലാഷ് കൊണ്ട് പിൻവലിച്ചു. അതാണ് ഓർഗനൈസർ. അതായത് മോഹൻലാൽ, നമ്മുടെ മഹാനായ മോഹൻലാൽ പോലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ചട്ടുകമാണെന്ന് പറയുന്ന, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും തീവ്രവാദികളുടെ ബന്ധമുണ്ടെന്നും പറയുന്ന വേടനെതിരെ എന്നെ അന്വേഷണം വേണമെന്ന് പറയുന്നത് ഈ ഒരു ഗുമ്മിന് വേണ്ടി ദേശീയത പോരുത്. നമ്മുടെ നാഷണലിസം ഇൻക്ലൂസീവ് നാഷണലിസം ആണ്, എല്ലാരെയും ഉൾക്കൊള്ളുന്ന നാഷണലിസമാണ്. ഷഹീദ് അഫ്രീദിയെ ഉൾക്കൊള്ളുന്ന ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവരണ്ട, ഇൻക്ലൂസീവ് ആക്കിയത് നേരത്തെ രഘുസാർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇനി ട്രൈ അതിനുള്ള മറുപടി പറയൂ. താങ്കൾ അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഉൾപ്പെടുത്തണം? ഷഹീദ് അഫ്രീദി ഉണ്ടോ? രാഹുൽ ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്നത് ശരിയാണോ അല്ലയോ? അയ്യോ, കൊണ്ടുവന്നത് ആ വ്യക്തികൾ യാതൊരു കരുതിക്കൂട്ടലില്ലാതെ ചെയ്തതല്ലേ? അല്ല, അതല്ല ചോദ്യം. കൊണ്ടുവന്നത് തെറ്റോ ശരിയോ? ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല. അവർക്ക് രാഹുൽ, എന്റെ ചോദ്യം അതല്ലല്ലോ. അതല്ലേ പറഞ്ഞത്. ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്നത് ശരിയോ തെറ്റോ? അയ്യോ, ഒരു സംശയമില്ല. ഷഹീദ് അഫ്രീദിയെ വിളിച്ചത് അവർക്ക് തെറ്റ് പറ്റിയതാണ്. അവർ പ്രത്യേകിച്ച് അത് തെറ്റല്ലല്ലോ. അത് തെറ്റാണെന്ന് രാഹുൽ എങ്ങനെ അസ്യൂം ചെയ്യുന്നേ? എങ്ങനെ അസ്യൂം ചെയ്യും? അതിന് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്ന് രാഹുൽ എങ്ങനെ ഉറപ്പിക്കുന്നു? പെരുമാറ്റം രാഹുലിന് അടുത്ത ബന്ധമുള്ള ഒരു സംഘടനയാണ്, അതുകൊണ്ടാണ് രാഹുൽ ആ സംഘടനയുമായിട്ട് അടുത്ത ബന്ധം താങ്കൾക്കുണ്ടല്ലേ? ആ സംഘടനയുമായി അയാൾക്ക് എന്ത് ബന്ധം? ആ ചെയ്ത ആൾക്കാരുമായിട്ട് ബന്ധം വെച്ച് പറഞ്ഞു. ഒരു വരി കൂടി, ഇനി നേരത്തെ പറഞ്ഞ തീവ്രവാദികളെ രാജ്യദ്രോഹികളെയും ട്രൈ ചെയ്യണം. ആ രാജ്യദ്രോഹി ആരാന്നറിയാമോ? സോഫിയ ഖുറേഷി തീവ്രവാദികളുടെ സഹോദരിയാന്ന് പറയുന്ന വിജേഷ, അയാളെയാണ് ട്രൈ ചെയ്യേണ്ടത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോഡ്സെ, അവരാണ് തീവ്രവാദി. അല്ലാതെ ഈ നാട്ടിൽ കാണുന്ന എല്ലാരെയും നമുക്ക് ഷഹീദ് അഫ്രീദിക്ക് ഭാരതരത്ന വർണ്ണം കൊടുക്കും. എന്നാ വേണ്ട, സോഫിയ ഖുറേഷിയെ ചീത്ത വിളിച്ച വിജയ് ഭാരതരത്ന കൊടുക്കാം. വേണ്ട, ഇങ്ങനെ കൊടുക്കാം. ഷഹീദ് അഫ്രീദിക്ക് കൊടുക്കാം. വിജയ് ഷായെ നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ. വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാൾ ഈ ചർച്ചയിലുണ്ടോ രാഹുൽ? വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ? ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ. അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ. പക്ഷെ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അല്ല, അങ്ങനെ ന്യായീകരിക്കുന്ന ഈ ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോയി സൽക്കരിച്ച് ആനയിച്ച ആളുകളെ ന്യായീകരിക്കുന്ന ഒരാളാണ് രാഹുൽ. മാറ്റില്ല, രാഹുൽ മാറ്റില്ല. കൊണ്ടുവന്ന ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അവര് നിഷ്കളങ്കരും പാവപ്പെട്ടവരുമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഭാരതരത്നം രാഹുലാണ് ഇവിടെ സ്ട്രോമാൻ കൊണ്ടുവരുന്നത്. ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവന്ന കാര്യത്തിൽ സോഫിയ ഖുറേഷിയെ കൊണ്ടുവരുന്നതാണ് സ്ട്രോമാൻ. അതാണ് സ്ട്രോമാൻ. ജാഗ്രത കുറവൊന്നുമല്ല, ശുദ്ധ മര്യാദകേട്, ശുദ്ധ തെമ്മാടിത്തരം, ശുദ്ധ മര്യാദകേട്, ശുദ്ധ ഭാരതീയ വിരുദ്ധത, ശുദ്ധ തെമ്മാടിത്തരം. തെമ്മാടിത്തരം കാണിച്ചവനെ തെമ്മാടി എന്നല്ലാതെ അവനെ ഗോഡ്സെ എന്ന് മാത്രം വിളിച്ചിട്ട് കാര്യമില്ല. ഗോഡ്സെ എന്നോ ഗാന്ധി എന്നോ വിളിച്ചിട്ട് കാര്യമില്ല. ശുദ്ധ തെമ്മാടിത്തം കാണിച്ച ആൾക്കാരെ തെമ്മാടികൾ എന്ന് വിളിക്കണം, അല്ലാതെ മറ്റു പേര് വിളിക്കരുത്. അപ്പൊ യാതൊരു ഇതുമില്ല അവർക്ക്. അവരടുത്ത ഒരു സെലിബ്രിറ്റിയെ വിളിച്ചോണ്ട് വന്നു. കരുതി ഒരു സെലിബ്രിറ്റി ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റി അല്ല. കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുന്നവൻ അയാൾ ദുബായ്ക്കാർക്ക് സെലിബ്രിറ്റി ആയിരിക്കും. രാഹുൽ, അയാൾ ദുബായ്ക്കാർക്കും പാകിസ്ഥാൻകാർക്കും സെലിബ്രിറ്റിയാണ്. ഇന്ത്യക്കാർക്ക് അയാൾ സെലിബ്രിറ്റി അല്ല. ഇന്ത്യക്കാർക്ക് അയാൾ സെലിബ്രിറ്റി അല്ല. അയാളുടെ ഐഡിയോളജി നമ്മുടേതല്ല. അയാൾ കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ ആരോപിക്കുന്നു എന്ന് പറയുന്ന ഒരാളിനെ വിളിച്ചു വരുത്തി കൊടുത്തു വിടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? രാഹുൽ, അത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഗൂഢാലോചന അല്ലെങ്കിൽ അത് മറ്റെന്താണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ. ഞാൻ ഒരു കാര്യം ചോദിക്കാം. രാഹുൽ ഈശ്വർ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു.
നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാളെ പൊന്നാടെ അടിക്കുകയും അയാൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചുണ്ടൻ വെള്ളം ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗൂഢാലോചന ഇല്ല. ഇയാൾ പൊട്ടി ഭൂമിയിൽ ഇങ്ങോട്ട് വീണതാണെന്ന് പറയാൻ പറ്റുമോ? മറുപടി യാതൊരു പ്രത്യേക ദുരുദ്ദേശവും ഇല്ലാതെ ഒരാൾ അപ്പുറത്ത് വന്നപ്പം നിഷ്കളങ്കരുടെ അസോസിയേഷൻ ആണ് ചർച്ച അവസാനിപ്പിക്കുകയാണ്. അത് എന്ത് പറഞ്ഞാലും രാഹുൽ അത് അംഗീകരിക്കില്ല. അതാണ് അല്ല, രാഹുൽ അത് അംഗീകരിക്കില്ല. രാഹുലിന് താല്പര്യമുള്ള ഒരു സംഘടനയാണ് ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ച് ആനയിച്ചത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ സ്വീകരണം. മലയാളി സംഘടനയുടെ മറുപടി തൃപ്തികരമാണോ? തൃപ്തികരമാണെന്ന് 20% പ്രേക്ഷകർ മാത്രം, തൃപ്തികരമല്ലെന്ന് 76%. വേണ്ടി വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.